ഗോസിപ്പായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു ഹോട്ട് ന്യൂസ് കിട്ടിയാൽ ഈ സിനിമയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അതെ. ഒരു ഡെഫിനറ്റീവ് പ്ലാനിൽ വന്ന് പ്ലാൻ ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറുള്ള ഒരു സ്ഥലമേ അല്ല ഫിലിം ഇൻഡസ്ട്രി. എനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അല്ല. കാരണം നമ്മൾ അൺകംഫർട്ടബിൾ അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര എവിഡന്റ് ആയിരിക്കും. അത് പൂച്ചയൊക്കെ ആയിട്ട് പറയാൻ ഉള്ളതുണ്ട്. അധികം സംസാരമൊന്നുമില്ല, സ്വന്തം കാര്യമൊക്കെ നോക്കി സംസാരം ഇൻഡിപെൻഡന്റ് അയച്ച ഒരാളില്ലേലും ഇച്ച സ്വന്തം കാര്യം നോക്കി. എനിക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടാ. എന്തെങ്കിലും ഒരെണ്ണം മാറ്റിക്കോ. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ഇല്ല. ചേച്ചി എന്താ മാറ്റിയത് പറയാം. അയ്യോ അത് പറയാൻ പറ്റില്ല. അപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാമോ? അല്ല, പാൻ അങ്ങനെ അത് ഓൾറെഡി ആണല്ലോ. അതെ, ആണല്ലോ. ആണല്ലോ. അത് സ്റ്റാർ എന്നൊന്നും പറയില്ലേ. നമുക്ക് എന്നാൽ ചെറുതായിട്ട് ഒരു റൗണ്ടിലേക്കോ ഗെയിമിലേക്ക് പോവാം. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ഒരു ജീവിയെ ഒരു അനിമലായിട്ട് മാറാം. ഇഷ്ടമുള്ള അനിമൽ ആവാം. പക്ഷെ എന്തുകൊണ്ടാന്നും കൂടെ പറയണം. ഓക്കെ, ആലോചിക്കുന്ന കാര്യമായിട്ട് ആരും തുടങ്ങണോ അതോ മാത്യുവിനോട് ചോദിക്കണം? ബെറ്റർ. ഞാൻ പൂച്ചയൊക്കെ ആയിട്ട് പറയാൻ കൊള്ളാന്നുണ്ട്. അധികം സംസാരമൊന്നുമില്ല, സ്വന്തം കാര്യമൊക്കെ നോക്കി. അത് ഒരു അനിമലും സംസാരം ഇല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. അല്ല, ഇപ്പൊ അത്ര ആക്റ്റീവ് അല്ലാത്ത ഇതാണല്ലോ. ഇപ്പൊ ഡോഗ്സിനെ കമ്പാരിറ്റീവ്ലി അവരത്ര ആക്റ്റീവ്, സ്വന്തം കാര്യം നോക്കി അങ്ങ് പോവാന്നുള്ളൊരു പരിപാടിയുണ്ട്. ഭയങ്കര പൂച്ചയായ ഓക്കെയാണ്. കൊള്ളാന്നല്ല, മനുഷ്യനാവാനാണ് ഇഷ്ടം. അങ്ങനത്തെ അത് വന്നാൽ ഒന്ന് പൂച്ചയായ ഓക്കെ ആയിരിക്കും തോന്നുന്നു. പൂച്ച ആക്റ്റീവ് അല്ല എന്നുള്ളതാണോ? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡോഗ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അത്ര എന്താ ഫ്രണ്ട്ലി അല്ല, ഭയങ്കര എന്താ പറയാ, ഇൻഡിപെൻഡന്റ് അയച്ച ഭയങ്കര. ഒരാളില്ലേലും ഇച്ച സ്വന്തം കാര്യം നോക്കി. എനിക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടാ. പക്ഷെ ചൂസ് ചെയ്യാം അണ്ണാൻ. അണ്ണാൻ എന്താന്ന് വെച്ചാല്, അണ്ണാൻ ഇങ്ങനെ എപ്പോഴും കളിയാണല്ലോ. എപ്പോഴും കളിച്ച് മരത്തെ കയറി ചാടി ഓടി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആക്റ്റീവ്, ഒരാൾക്ക് ആക്റ്റീവ് ആവണ്ട, അടുത്താൾക്ക് ആക്റ്റീവ് ആവണം. അത് ഞാൻ ഇനിയിപ്പോ എന്ത് പിടിക്കും. ഭയങ്കര ലൈറ്റ് ആണ്, ഫാസ്റ്റ് ആണ്. ഇഷ്ടം. ക്യൂട്ടാ. ഉണ്ടോ അണ്ണാനോ? ഇല്ലില്ല, അണ്ണാനെ വീട്ടിൽ വളർത്താൻ പാടില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? അല്ല, അത് ഓടി നടക്കേണ്ട ഇതല്ലേ. അങ്ങനെ. എനിക്കങ്ങനെ പറക്കാനൊക്കെ പറ്റുന്ന എന്തെങ്കിലും പരിപാടി ആയ സിനിമക്കകത്ത് പറന്ന് നടക്കുന്നുള്ളതുകൊണ്ടാണോ? അല്ല, അയ്യോ, കുറച്ച് പറഞ്ഞൊക്കെ നിൽക്കാൻ. അല്ലെങ്കിൽ വല്ല അറബി രാജാവിന്റെ വീട്ടിലെ സിംഹോ വല്ല സുഖമായിട്ട് കാട്ടിലെ സിംഹമായിക്കൂടെ? അത് ശരിയാട്ടോ, അത് ശരിയാണ്. അല്ല, എന്തുകൊണ്ട് അറബി അവിടത്തെ സിംഹമാവുന്നത്? എന്തുകൊണ്ട്? ലക്ഷറി സിംഹം. ജീവാഗണി പോവാം, അങ്ങനെയൊക്കെ വിചാരിക്കും. വേണ്ടി മാത്രം ഉണ്ടാവും. പക്ഷെ ഫ്രീ ആയിട്ട് കിടക്കുന്നതായിരിക്കും ഭേദം തോന്നുന്നു. അതിന്റെ മൈൻഡ് സെറ്റ്. അപ്പൊ കാട്ടിലെ സിംഹം വേണോ അറബിയുടെ സിംഹം ആവണോ? അത് മാറ്റി ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു മാജിക് സ്റ്റിക്ക് കിട്ടാണ്. നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ടാലന്റോ മാറ്റാം, വേറെ ഒരെണ്ണം എടുക്കാം. എന്താ മാറ്റണ്ടേന്നും പറയണം, എന്താ നമുക്ക് വേണ്ടതെന്നും പറയണം. അതൊന്നും മാറ്റണമെന്നില്ല, തിരിച്ചിങ്ങോട്ട്. അതല്ല, എന്തെങ്കിലും ഒരെണ്ണം മാറ്റിക്കോ. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ഇല്ല. ചേച്ചി എന്താ മാറ്റിയത്? അയ്യോ അത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഭയങ്കര മടിയാ, എനിക്ക് രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയാ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ മാറ്റിട്ട് ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവരാം. അങ്ങനെ ഓക്കെ, ഞാൻ പറയാം. എനിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ആളാണ്. അങ്ങനെ ഭയങ്കര പാടാ എനിക്ക്. അപ്പം ആ സ്വഭാവം മാറ്റിയിട്ട് എനിക്ക് മ്യൂസിക് കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഉദാഹരണം കിട്ടി. കറക്റ്റ് ആയിട്ട്. എനിക്ക് മാറ്റാനൊന്നും ഇല്ല, എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്. എനിക്ക് വെപ്രാളം കൂടുതലാ, അത് മാറ്റിയിട്ടൊരു ശാന്തത കിട്ടിയാൽ കൊള്ളാറുണ്ട്. എനിക്ക് പ്രാളം മാറ്റി ഓൾറെഡി ശാന്തത ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പൊ വേറെ എന്തെങ്കിലും പറഞ്ഞു. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണോ? സാധാരണ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഭയങ്കര ഈസി ആയതുകൊണ്ടായിരിക്കും അടുത്തൊരു ടഫ് വേറൊരു ചോദ്യം തരുവാണെങ്കിൽ. ഓക്കെ,
എനിക്കും കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ്. അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി കൂളായിട്ട് പോയാൽ കൊള്ളാന്നുണ്ട്. ഇതിപ്പോ ചോദ്യം ഉത്തരം ഞാൻ തന്നെയാണ് പറയുന്നത്. അതെ അതെ. സിനിമയിലുള്ള നിങ്ങളുടെ ഗോസിപ്പ് പാർട്ട്ണർ ആരാണ്? ഒരു സെലിബ്രിറ്റി ഫ്രണ്ട് ഗോസിപ്പ് പാർട്ട്ണർ ആയിരിക്കണം. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഗോസിപ്പ് കിട്ടിയാൽ വിളിച്ച് പറയുമല്ലോ, എടാ നീ അറിഞ്ഞോ ഈ സംഭവം, അങ്ങനെയൊക്കെ ചോദിക്കൂലേ? അങ്ങനെയുള്ള ഒരു ഗോസിപ്പ് പാർട്ട്ണർ. ഗോസിപ്പായിട്ടൊന്നും പറയാറില്ല. എന്നാലും ഒരു ഹോട്ട് ന്യൂസ് കിട്ടിയാൽ നമ്മൾ അല്ല എന്തെങ്കിലുമൊക്കെ നടന്ന ഇപ്പൊ സംഗീതേട്ടനൊക്കെ ഭയങ്കര ക്ലോസ്. അപ്പൊ സംഗീതേട്ടന് പണ്ടേ മുതൽ നല്ല ബന്ധം. സംഗീതേട്ടനൊക്കെ വിളിച്ചപ്പോ തന്നെ പറയും ഒരു പടം വന്നാലൊക്കെ പറയും ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ടൊക്കെ. എന്നാ ഈ ഈച്ചയുടെ കാര്യം ചോദിച്ചു നോക്കിയോ കേട്ടോ. പക്ഷെ ഫീമെയിൽ ആയതുകൊണ്ട് നടക്കൂല. എനിക്ക് ആൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. ഐ മീൻ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അങ്ങനെ നമ്മള് നമ്മൾ ഗോസിപ്പ് പറയാറില്ല. അല്ല അത് ഗോസിപ്പ് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഞാൻ സീക്രട്ട് ആയിട്ട് റെഡിറ്റ് പോയി ഗോസിപ്പ് വായിക്കും. പക്ഷെ ഞാൻ പറയാം കേട്ടിട്ട് ഓക്കെ അതെ നമ്മൾ നൈസ് അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് അങ്ങനെ ആരുമില്ല, ഞാൻ പറയാറില്ല. ഫ്രണ്ട്സ് ഇല്ലല്ലോ. വീട്ടിലൊക്കെ പറയും ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെ പരിപാടി ഉണ്ട് ഇതൊക്കെ, അവരിങ്ങനെ കേട്ടിട്ട് ഇരിക്കും. ഓക്കെ, ഇവൻ മറ്റേ എന്താ പറയാ പ്രശ്നമില്ലാണ്ട് ഡിപ്ലോമാറ്റിക് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ട് പോവാ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സ്വഭാവം ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ? ഹിഡൻ ആയിട്ടുള്ള അതായത് നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാര്യം നമ്മൾ അങ്ങനെ റിവീൽ ചെയ്യാറില്ലല്ലോ. പറഞ്ഞ ഹിഡൻ ആവില്ലല്ലോ. പിന്നെ അത് ഹിഡൻ ആയിട്ടുള്ള ഇപ്പൊ റിവീൽ ചെയ്യാനാ പറയുന്നേ. എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ ഇല്ല. തന്നെ കരിക്കുമ്പോ അങ്ങനെ അല്ല, ഒറ്റയ്ക്ക് സംസാരിക്കാന്നുള്ളതാ, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാന്നുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരാൾ വേറെ വീടായിട്ടുള്ളതൊന്നും ഇല്ല. എനിക്കുമില്ല. അങ്ങനെ ഒന്നും വരുന്നില്ല മനസ്സിൽ പെട്ടെന്ന് ആലോചിക്കുമ്പോ. ഇതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഈസി ആയിട്ട് പറയേണ്ട കാര്യങ്ങളായിരുന്നു. പോട്ടെ സാർ. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ സായി പല്ലവി അതായത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ് ഇടില്ല എന്നുള്ളൊരു സംഭവം ഗെയിം കഴിഞ്ഞൂട്ടാ. അത് സീരിയസ് മറന്നു. കഴിഞ്ഞ 2 ദിവസം വളരെ സീരിയസ് ആയിട്ട്. ഓക്കെ, അപ്പോ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ് ഇടില്ല. ഇപ്പൊ അത് കരിയറിനെ ബാധിച്ചാലും കുഴപ്പമില്ല, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ ആണ് അത് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? സിനിമയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യില്ല. ഇപ്പൊ ചില നടന്മാർ പറയാറുണ്ട് ഭയങ്കര എന്താ പറയാ ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ അഭിനയിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടോ? എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അല്ല. കാരണം നമ്മൾ അൺകംഫർട്ടബിൾ അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര എവിഡന്റ് ആയിരിക്കും. അത് ചെയ്യുന്നതും മര്യാദയ്ക്കാവില്ല, നമ്മളും അൺകംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ചെയ്യാണ്ടിരിക്കുക ആണല്ലോ സിനിമയ്ക്ക് നല്ലത്, നമുക്കും നല്ലത്. അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും വന്ന് ഡെഫിനറ്റ്ലി ചെയ്യില്ല. ഓക്കെ, അപ്പൊ ചിലപ്പോ ഇത് ഇപ്പൊ ഈ സിനിമ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വരും. അത് കരിയറിനെ ബാധിച്ചാലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒഴിവാക്കുന്നതാണോ? അല്ല, നമുക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഭയങ്കര നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കരിയറിനൊക്കെ പറഞ്ഞ് എത്ര ചിന്തിച്ച് നമ്മളത് പോയി ചെയ്താലും നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ പേഴ്സണലിയൊക്കെ. പിന്നെ നമ്മൾ അങ്ങനെ വെറുതെ അങ്ങനെ എന്തിനാ ചെയ്യുന്നത്? പിന്നെ നമ്മളിപ്പോൾ ഡെഫിനറ്റ്ലി അത് മുമ്പേ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. ഇപ്പം നമുക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഉണ്ടെങ്കിൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, നമുക്ക് അവസരങ്ങൾ ഉള്ളപ്പോഴല്ലേ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓഡിഷൻ ചെയ്തു, കിട്ടിയാ ചെയ്തു, ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പം. അപ്പൊ എനിക്ക് അങ്ങനെ പറയാനായിട്ടൊരു സാധനം ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യുന്നുള്ളൂ, ഞാനൊരു 10 പടം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഡിസിഷൻ എടുക്കും. പക്ഷെ അത് ഓരോ സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ഓക്കെ, അല്ല അപ്പൊ ഇപ്പൊ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് 2 years ആയില്ലേ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ലേ? അതിന്റെ ഇടയ്ക്ക് പിന്നീട് ഒത്തിരി സിനിമകളൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ വന്നില്ല? അല്ല, 1-2 റിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നു അത് ചെയ്തിരുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തുവല് ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഗൂ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പടം ഇറങ്ങിയിരുന്നു. അതിനു മുന്നേ ഞാൻ ചെയ്ത കേരള ക്രൈം ഫയൽസ്, അങ്ങനെ ചെറിയ പ്രൊജക്ട്സ് ചെയ്തിരുന്നു. ഓക്കെ, ഈ സിനിമയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അതെ. എന്ത് ചെയ്യാൻ പറ്റിയപ്പോ നമുക്ക് ഇപ്പൊ ഇത്രയും കാലിബർ ഉണ്ടായിരുന്നു, നമ്മുടെ കഴിവ് നമ്മൾ തെളിയിച്ചു, പക്ഷെ എന്നിട്ടും ഇവിടെ അവസരങ്ങൾ കിട്ടാതെ പോവാന്നുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ ഞാനും അല്ല അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചോദിച്ചോണ്ടിരിക്കും.
ഓഡിഷൻ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കും. ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. നമുക്കിപ്പോ സിനിമ കിട്ടിക്കൊണ്ടിരുന്നാലും അതിൽ നമ്മൾ എന്തൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മളെ ലിമിറ്റേഷൻ, അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമ കിട്ടിക്കൊണ്ടിരുന്നിട്ടും അത് ഡെഫിനറ്റ്ലി നല്ലതാണ്. ഞാൻ പറഞ്ഞ പടങ്ങൾ കിട്ടുന്നത് ഭയങ്കര ഹാപ്പിയുള്ള കാര്യം. പക്ഷെ ആ പടത്തിൽ പോയിട്ട് നമുക്ക് എന്ത് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു വർക്കൊക്കെ നമ്മൾ ഭയങ്കര എഫേർട്ട് ഇടണം. എഫേർട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എല്ലാത്തിനും. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുവോ? അങ്ങനെ ഇരുന്ന് പഠിക്കലല്ല, പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കും എന്നുള്ളൊരു ഐഡിയ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒരു വർക്ക് എന്തായാലും വിത്ത് ഡയറക്ടർ നമ്മൾ ചെയ്യും. അപ്പൊ അരുണിന്റെ സ്വപ്ന സിനിമ തന്നെയാണ്. അപ്പൊ ഇതിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോകണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം, അപ്പൊ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല. എനിക്ക് സൈഡിൽ ഒരു ഡിസൈൻ ഏജൻസി കൂടെ ഉണ്ട്. ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല. എനിക്ക് ഒരു 3ാം ക്ലാസ് തൊട്ട് ഞാൻ നാടകം പഠിക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരു 6ാം ക്ലാസ് തൊട്ട് ആഗ്രഹമുണ്ട്. പല ഓഡീഷൻസിനും പോയിട്ടുണ്ട്. ഞാൻ ഒരു 10ാം ക്ലാസ്സിൽ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, റോഷൻ ആൻഡ്രൂ സാറിന്റെ സ്കൂൾ ബസ് എന്നുണ്ട്. അതിനുശേഷം ഞാൻ ട്രൈ ഒന്നും നടക്കുന്നുണ്ടായില്ല. ലോക്ക്ഡൌൺ ടൈമിലാണ് ഞാനൊരു ഡിസൈൻ ഏജൻസി തുടങ്ങുന്നത്. അപ്പോഴാണ് എനിക്ക് കൂടുതൽ സിനിമ ഫീൽഡായിട്ട് പരിചയം വരുന്നതും ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഷൂട്ടിന് പോകാൻ പറ്റുന്നതും ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പൊ ആ ബേസിൽ ഞാൻ മമ്മൂക്കയായിട്ടും എല്ലാവരായിട്ടും വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു സന്തോഷം, എങ്ങനെയെങ്കിലുമൊക്കെ സിനിമയിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ടല്ലോ, പ്രോസസ്സ് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സൈഡിൽ അഭിനയിക്കാൻ പറ്റുന്ന പരിപാടികൾ വരുമ്പോൾ അതും ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു ഡെഫിനറ്റീവ് പ്ലാനിൽ വന്ന് പ്ലാൻ ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറുള്ള ഒരു സ്ഥലമേ അല്ല ഫിലിം ഇൻഡസ്ട്രി. നമ്മൾ ഭയങ്കര ഡൈനാമിക്കലി ചേഞ്ചിങ് ആണ്, വളരെ ട്രെൻഡ് ഫോക്കസ്ഡ് ആണ്. ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഫുള്ളി മാറും, ഫിലിം ഇൻഡസ്ട്രിയെ ഷിഫ്റ്റ് ആവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക, പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മണ്ടത്തരം. ഓക്കെ, അത് സംഭവിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് അങ്ങ് പോകും. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇത്രയും അവസരങ്ങൾ നോക്കിയിട്ട് ഫെഡപ്പ് ആയിട്ടുണ്ടോ, ഇതെന്താ നടക്കാത്തേ എന്നൊക്കെ തോന്നിയിട്ട്? പിന്നെ എപ്പോഴും വിഷമം വരും. പക്ഷെ കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് പോവാന്നുള്ളതേ ഉള്ളൂ. അതെ, നമ്മള് ട്രൈ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓഡിഷന്റെ മാത്യുവിന് ഇപ്പൊ ഓഡിഷന്റെ ആവശ്യമില്ലല്ലോ. ഈച്ചയല്ല, ലൗലിക്കുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സിനിമ ലൗലി ഈച്ചയുടെ കണ്ടിട്ട് ഈച്ച എന്നുള്ള സംഭവം തന്നെ എല്ലാവരുടെ മൈൻഡിലും വരുന്നുണ്ട് അല്ലെ. ഈ ലൗലി എന്നുള്ള പേര് നമ്മുടെ ക്യാപ്ചർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഈച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നേരത്തെ പൂച്ച ഈച്ചി നമുക്ക് മാറിപ്പോയതുപോലെ. ഓക്കെ, അപ്പൊ ഇപ്പൊ കൊറേ സിനിമകൾ അടുപ്പിച്ച് ഇപ്പൊ മാത്യുവിന്റെ റിലീസായി. ഇപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നതല്ല, അല്ലാണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നതല്ല. അല്ലല്ല, അങ്ങനെ ഒരു ഇതില്ല. അത് ഓരോ സിനിമയ്ക്കും അത് എടുക്കുന്ന ടൈം ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ ഇത്രയും ഹെവി VFX വർക്കും അനിമേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ടൈം ഡെഫിനറ്റ്ലി എടുക്കണം. പിന്നെ നമ്മൾ അതിനെ റഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ ക്വാളിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര, അതും ലിമിറ്റഡ് ബഡ്ജറ്റിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ടൈം എടുത്ത് 3D സിനിമ മാത്രം ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് തീർക്കാൻ പറ്റും. ലിമിറ്റഡ് ബഡ്ജറ്റ് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഇതിപ്പോ ഒരു ഹിന്ദിയിലൊക്കെ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ബഡ്ജറ്റ് ഭയങ്കര നമ്മളുടെ ഒരു 4 ഇരട്ടിയൊക്കെ വന്നേനെ. അതെ അതെ, അല്ല നമ്മൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്, ഡബ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാമോ? അല്ല, പാൻ അങ്ങനെ അത് ഓൾറെഡി ആണല്ലോ. ആണല്ലോ, അല്ല ഒന്നുകൂടെ അത് സ്റ്റാർ എന്ന് പറയില്ലേ? അല്ല, അങ്ങനെ അല്ല, വെറുതെ അല്ല, പാൻ ഇന്ത്യയിൽ വരിക പറഞ്ഞാൽ കാരണം അങ്ങനെ പറ്റുന്ന കറക്റ്റ് സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ. അല്ലല്ല, അതെ അതെ, എല്ലായിടത്തും റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. പിന്നെ അല്ല, അങ്ങനെയല്ല, ഭയങ്കര ഫാന്റസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പൊ എല്ലാവർക്കും കാണാം, രസമായിട്ടുള്ള. പിന്നെ അതുപോലെ നമ്മളെല്ലാ ലാംഗ്വേജസിൽ പറഞ്ഞ പോലെ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ നമ്മൾ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട് മറ്റ് ലാംഗ്വേജസ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ മറന്നു. കാരണം ഇപ്പൊ അത് കഴിഞ്ഞ് സാധാരണ ഒരു സിനിമ ഇത്രയും ഗ്യാപ്പ് വരത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഓക്കെ, നാളെ അതിന്റെ ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ അന്ന് എന്തൊക്കെയാ ഉണ്ടായി അങ്ങനെ ഓർക്കുവോ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ത് പറയും, അല്ല ഇപ്പൊ 2 ഇയേഴ്സ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഗ്യാപ്പ്. നമ്മളൊക്കെ അപ്പഴത്തെ കാര്യങ്ങൾ അപ്പൊ ചെയ്തങ്ങ് വിട്ടു പോകുന്ന ആളുകളല്ലേ. അപ്പൊ ഇത് ഓർക്കുമ്പോ നിങ്ങൾ ഇത് എങ്ങനെ ഓർത്തെടുക്കും? എന്താ പറയുന്നേ?
അതുപോലെ ഇപ്പൊ സിനിമ 2 years മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്താ, അപ്പൊ ഇത് റിലീസ് ആവുന്ന 2 വർഷം കഴിഞ്ഞിട്ടാ. അപ്പോഴത്തേക്കും ഈ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാലയളവാ. അപ്പൊ അത് ഈ ടൈം എടുക്കുന്നത് സിനിമേനെ ബാധിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഈ സിനിമേനെ ബാധിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. വേറെ എന്തെങ്കിലും ഒരു കഥ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക്കലി നടക്കുന്ന ആ സമയത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇറങ്ങുന്നെങ്കിൽ ചിലപ്പോൾ ബാധിച്ചേനെ. കാരണം സമയം മാറുക, ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഒക്കെ മാറും. നമ്മൾ ആ സമയത്ത് ഒരു കഥ ഇതിപ്പോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നടക്കുന്ന സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ റിയലിസ്റ്റിക് സിനിമയൊന്നും അല്ലല്ലോ. ഇതൊരു ഫാന്റസിയാണ്, ഇതെപ്പോഴും നടക്കാം ഇതാണ്. പിന്നെ കുറച്ച് ഭയങ്കര ആഷികേട്ടൻ ദിലീഷേട്ടൻ ഇതിനെ കൺസീവ് ചെയ്തേക്കുന്ന ഒരു വിഷ്വൽ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ഫ്രഷാണ്. ഇപ്പൊ ഇറങ്ങിയ സിനിമകളിലൊന്നും അങ്ങനത്തെ ഒരു തരത്തിലുള്ള വിഷ്വൽ ഒന്നും വന്നിട്ടില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പൊ ഈ ആളുകളുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ ആളുകളുടെ ഇൻട്രസ്റ്റ് നോക്കി ഇങ്ങനെ യങ്സ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് നോക്കി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണോ മാത്യുവിനെ എല്ലാവർക്കും ഇത്ര ഭയങ്കര ഇഷ്ടമായി, യങ്സ്റ്റേഴ്സിന്റെ ഒരു സ്റ്റാർ ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു? അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കൊന്ന് നമ്മുടെ ഓഡിയൻസ് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് എല്ലാ സിനിമയും കാണുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളങ്ങനെ ഒരു പർട്ടിക്കുലർ ക്രൗഡിന് അല്ലെങ്കിൽ ഇത്ര ഒരു ഏജ് ഗ്രൂപ്പിന് വേണ്ടി മാത്രം അല്ലല്ലോ സിനിമ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റ് എന്താണോ അത് ചെയ്യും. ഈ സ്ക്രിപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗട്ട് വന്നാൽ ആരെ വിളിക്കാം? ഞാൻ അങ്ങനെ കുറെ പേരോട് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ എന്നാലും ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും 2-3 ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ പ്രൊജക്ട് വരാൻ പോകുന്നത്? ഇപ്പൊ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് കഴിഞ്ഞു. വേറെ 2 പടങ്ങളുണ്ട്. അത് പറയുന്നില്ല, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ അതിന്റെ ഒരു അവരുടെ ഒരു രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. ഓക്കെ, അപ്പൊ ഈ റീസെന്റ് ഇപ്പോ നമ്മുടെ ലവ്ലി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ ഇറങ്ങാനുള്ളത്? അതൊരു അനൗൺസ്മെന്റ് കാര്യങ്ങളും വരും. ഞാൻ വെറുതെ ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഇയറിൽ ഒരു 3-4 മൂവീസ് രണ്ടോടം കൂടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഷൂട്ടിലാണോ അതോ? അല്ലല്ല, ഷൂട്ട് കഴിഞ്ഞ് പ്രൊമോഷൻ പരിപാടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മുടെ സിനിമ നല്ല വിജയകരമാവട്ടെ. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ്. കാരണം നമ്മുടെ കമന്റ് ബോക്സ് വായിച്ചാൽ തന്നെ ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റ് അറിയാം. നിങ്ങളും എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ പോലെ എല്ലാ വിജയവും ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.